നമ്മളിന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ കുറച്ച് ഭാഗമാണ് നോക്കുന്നത്. അതിൽ ബ്രഹ്മസമാജം നോക്കാം. ബ്രഹ്മസമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. 1828 ഓഗസ്റ്റ് 20 ഫോം ചെയ്യുന്നത്. 1828 ഓഗസ്റ്റ് മാസം 20 ആദ്യകാലനാമം ബ്രഹ്മസഭ. ഇത് 1828 ഫോം ചെയ്യുമ്പോൾ ഇതിൻ്റെ പേര് ബ്രഹ്മസഭയെന്നും 1830 ബ്രഹ്മസമാജം എന്ന പേര് ലഭിക്കുന്നത്. 1828 ബ്രഹ്മസഭ എന്നായിരുന്നു രൂപീകൃതമാകുമ്പോഴുള്ള പേര്. 1830 ബ്രഹ്മസമാജം എന്ന പേര് ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രചരണാർത്ഥം അവർ പുറത്തിറക്കിയ പ്രസിദ്ധീകരണമാണ് സംവാദ് കൗമുദി. ബ്രഹ്മസമാജത്തിൻ്റെ പ്രചരണാർത്ഥം അവരിറക്കിയ പ്രസിദ്ധീകരണമാണ് സംവാദ് കൗമുദി. സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപനാണ് രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദിയുടെ ആദ്യ പത്രാധിപനാണ് രാജാറാം മോഹൻ റോയ്. അടുത്തത് 1866 ആയപ്പോഴേക്കും ബ്രഹ്മസമാജം രണ്ടായിട്ട് പിരിയുന്നു. അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് ബ്രഹ്മസമാജം രണ്ടായി പിരിയുന്നത്. അതിങ്ങനെയാണ്: ആദി ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും. ആദി ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും. ആദി ബ്രഹ്മസമാജത്തിന് നേതാവായി വന്നതാണ് ദേവേന്ദ്രനാഥ് ടാഗോർ. ആദി ബ്രഹ്മസമാജത്തിന് നേതാവായി വന്നതാണ് ദേവേന്ദ്രനാഥ് ടാഗോർ. ഭാരതീയ ബ്രഹ്മസമാജത്തിൻ്റെ നേതാവായി വന്നത് കേശബ് ചന്ദ്ര സെൻ. ഭാരതീയ ബ്രഹ്മസമാജത്തിൻ്റെ നേതാവായി വന്നത് കേശബ് ചന്ദ്ര സെൻ. അദ്ദേഹം ബ്രഹ്മസമാജത്തിൽ അംഗത്വം എടുക്കുന്നത് 1857 കേട്ടോ. 1857 കേശബ് ചന്ദ്ര സെൻ ബ്രഹ്മസമാജത്തിൽ അംഗത്വം എടുക്കുന്നത്. അതുപോലെ ദേവേന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഒരു പുസ്തകമാണ് ബ്രഹ്മധർമ്മ. ബ്രഹ്മസമാജത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണ് ബ്രഹ്മധർമ്മ. അതാണ് ബ്രഹ്മസമാജത്തിനെ ബൈബിൾ എന്ന് അറിയപ്പെടുന്നത്. ബ്രഹ്മസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ബ്രഹ്മധർമ്മ എഴുതിയത് ദേവേന്ദ്രനാഥ് ടാഗോർ. ഒന്നുകൂടി ഞാൻ പറയാം: ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനാണ് രാജാറാം മോഹൻ റോയ്. സ്ഥാപിതമായ വർഷം 1828 ഓഗസ്റ്റ് 20. ബ്രഹ്മസഭ 1830 ബ്രഹ്മസമാജമായി മാറിയത്. അവരുടെ ബ്രഹ്മസഭയുടെ പ്രസിദ്ധീകരണമാണ് സംവാദ് കൗമുദി. ആദ്യ പത്രാധിപൻ രാജാറാം മോഹൻ റോയ്. മോഹൻ റോയ്ക്ക് ശേഷം നേതാക്കളായി വന്നത് ദേവേന്ദ്രനാഥ് ടാഗോർ, കേശബ് ചന്ദ്ര സെൻ. 1866 ഇവ രണ്ടായി പിരിയുന്നു: ആദി ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും. ആദി ബ്രഹ്മസമാജ നേതാവ്